ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വാട്ട ഈറ്റിൻ്റെ ഡേ ആണ്. ഒരു വീട്ടമ്മയുടെ വാട്ട ഈറ്റിൻ്റെ ഡേ എന്ന് കണ്ടാലോ. അപ്പോൾ ഇതാ രാവിലെ ഇന്ന് പഴങ്കഞ്ഞിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ നല്ല മടിയായിരുന്നു. അപ്പോഴത്തേക്കൊരു മോൻ തെങ്ങി കയറാൻ വേണ്ടി വന്നു. പിന്നെ അതിനോട് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കരിക്കൊക്കെ ഇട്ടു കേട്ടോ. മക്കൾക്കും ഇഷ്ടമാണ്. പിന്നെ ഇതാ ഒരു കരിക്ക് വെട്ടി കുടിക്കുകയാണ് ചെയ്തത് രാവിലെ. പിന്നെ എനിക്ക് ഇന്ന് കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി പച്ചക്കറി കടയിൽ നിന്ന് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ പോയ വഴിക്ക് മക്കൾ പറഞ്ഞത് ബർഗർ മേടിച്ചുകൊണ്ട് വയ്ക്കണമെന്നേ. പിന്നെ ഇതാ ബർഗർ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യമേ ബർഗർ ഇഷ്ടമല്ലായിരുന്നേ. ഒരു ദിവസം മകൻ ഇങ്ങനെ പനി പിടിച്ചിരുന്നപ്പോഴത്തേക്കും ബർഗർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്തപ്പോൾ അവൻ കഴിച്ചില്ല. അങ്ങനെ ഞാൻ കഴിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ ഞാനും കഴിക്കാൻ തുടങ്ങി. പിന്നെ ഇതാ ഉച്ചയ്ക്ക് ഒരു 3 മണിയൊക്കെ ആയിട്ടോ. ചോറ് കഴിക്കുന്നുണ്ട്. ചോറ്, മോര് കറി, മീൻ കറിയുണ്ട്, ഫ്രൈ ഉണ്ട്, കടലയുണ്ട് കേട്ടോ. കറിയൊക്കെ ഭയങ്കര കുറവായിരുന്നേ. അപ്പം മക്കൾക്ക് മീൻ കറി മാത്രം മതി. മീൻ കറിയും ഫ്രൈ ഉണ്ടെങ്കിൽ അവർ ചോറുണ്ടോളും. പിന്നെ അത് കൊടുത്തു വിട്ടു കേട്ടോ. പിന്നെ ഞാനും കഴിച്ചു. പിന്നെ ഇതാ പറമ്പിലേക്കൊന്ന് ഇറങ്ങിയതാണ്. കോഴിയൊക്കെ കിടന്ന് കൊക്കുന്ന കേട്ടെന്ന് പുറകെ പോയി നോക്കിയതാണ്. വല്ല പാമ്പ് കണ്ടോ എന്തോന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് പോയപ്പോൾ ഇതാ കുറേ ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെ നിലത്തി ആടി കിടക്കുന്നത്. പിന്നെ കുറച്ചിങ്ങ് പറക്കിക്കൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് ഇതാ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കുകയാണ്. എനിക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നേരം കഴിയുമ്പോഴാണ് അറിയുള്ളൂ പല്ലൊക്കെ പൊളിച്ചത് കേട്ടോ. എല്ലാ പല്ലും പൊളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വൈകുന്നേരം മക്കൾ വരുമ്പോഴത്തേക്കും കപ്പ പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ട് കാന്താരി പറിക്കാൻ വേണ്ടി വന്നതാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ കാന്താരി ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. കാക്കയാണെങ്കിൽ ഇതിൽ നിന്ന് പോകുന്നില്ല. ഫുൾ ഇതിൻ്റെ മുകളിൽ വന്നിരുന്ന് ഇങ്ങനെ കമ്പൊടിക്കുക. അതുകൊണ്ട് ഞാൻ ആ പഴുത്തമൊക്കെ ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാന്താരിക്കൊക്കെ പിന്നെ ഒരു ക്ഷാമമില്ല. ഇവിടെ വീടിൻ്റെ ചുറ്റും കാന്താരിയാണ്. എന്ത് കാന്താരിയാണെന്ന് ചോദിച്ചാൽ പറയണ്ട. അപ്പോൾ ചെണ്ടക്കപ്പയും കാന്താരി മുളകും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് പറിച്ചു കേട്ടോ. പിന്നെ ഇതാ പിള്ളേർ സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തലേദിവസം നമ്മൾ കേക്ക് മുറിച്ചിരുന്നല്ലോ, ബർത്ത്ഡേയുടെ കേക്ക്. അത് പിന്നെ ആരും ഇങ്ങനെ കഴിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതാ എടുത്തിട്ടുണ്ട്. അത് ഇതാ കട്ട് ചെയ്ത് അവർ വെച്ചു കേട്ടോ. അപ്പോൾ ഞാനൊരു പീസ് പോയി കഴിക്കുകയാണ്. എനിക്കിങ്ങനെ കേക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഷുഗറൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇച്ചിരി കേക്കൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ കേക്ക് ഇച്ചിരി കഴിച്ചു. പിന്നെ ഹസ്ബൻഡ് ഇന്ന് നേരത്തെ വന്നപ്പോഴത്തേക്കും കുറേ മീൻ കൊണ്ടുവന്നു കേട്ടോ. മീൻ വെട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള പണിയൊന്നും അല്ലല്ലോ. ഇരുന്നങ്ങ് വെട്ടും ഞാൻ. ഇന്ന് പിന്നെ എൻ്റെ കൂടെ ഇന്നെന്നല്ല എന്നും മീൻ വെട്ടില്ല. എൻ്റെ കൂടെ കുറേ പൂച്ച ഉണ്ടായിരിക്കും, കുറേ കോഴി ഉണ്ടായിരിക്കും കേട്ടോ. കോഴിയൊക്കെ എൻ്റെയാണ്. പൂച്ച ആരോ ഇങ്ങനെ ഒരു ഒരു എന്താ അമ്മ പൂച്ചേനെയും കുറേ മക്കളെയൊക്കെ ആയിട്ട് ആരോ ഇങ്ങനെ കൊണ്ട് കളഞ്ഞു. പിന്നെ പാവം തോന്നിയിട്ട് ഞാൻ തീറ്റ കൊടുക്കും. മഴയത്ത് കൊണ്ട് കളഞ്ഞതാണ്. ഇപ്പോൾ ഒരു 3-4 മാസമായി തോന്നുന്നു കേട്ടോ. എപ്പോഴും ഞാൻ തീറ്റ കൊടുത്ത് ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് പോവില്ല. എൻ്റെ ചുറ്റുമുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും വേറെ ഒരാൾക്ക് ഇരുന്ന് കരയാൻ തുടങ്ങും. അവർക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞ്. പിന്നെ ഞാൻ ഫുള്ളായിട്ട് അങ്ങോട്ട് വെട്ടിയിട്ട് ഒരുമിച്ച് കൊണ്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവരെന്താ വെച്ചാൽ കാണിക്കട്ടെ. ഇനി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കുവേ ബാക്കി ഇങ്ങനെ കേന്ന് കേൾക്കാനുള്ളൂ കരച്ചിൽ. എൻ്റെ ചുറ്റുമാണെങ്കിൽ കോഴിപ്പിള്ളേരും ഉണ്ട് കേട്ടോ. എൻ്റെ കോഴിപ്പിള്ളേർക്കാണെങ്കിൽ ഇഷ്ടമല്ല ഈ പൂച്ചകളെ. കോഴിപ്പിള്ളേരുടെ വിചാരം അവരുടെ വീട് മാത്രമാണിത്, ഇവിടെ പൂച്ചകൾക്കൊരു അധികാരമില്ല എന്നാണ് അവരുടെ വിചാരം. പൂച്ചകൾ പറയണത് കോഴികൾക്ക് ഇവിടെ ഒരു അധികാരമില്ല, ഇത് അവരുടെ വീടാണെന്ന് പറഞ്ഞാൽ അവർ. ഇപ്പോൾ എൻ്റെ മീൻ കൊണ്ടുപോകാനായിട്ട് കോഴി ഞാനിത് മാറ്റി വെച്ചതാണ്. എന്നിട്ട് ഞാൻ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കും മാറി നിന്ന് നോക്കുവാണ്. ഇതാണ് നമ്മുടെ കോഴിപ്പിള്ളേർ. ഞാൻ ആദ്യമേ ഓർത്തോട്ടിരുന്ന് നമുക്ക് ചെണ്ടക്കപ്പ ഉണ്ടാക്കി മുളക് ചമ്മന്തി അരച്ചാൽ കൊടുക്കാന്നാണ്. ഫാസ്റ്റ് ഫുഡ് ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്ത് വേണേലും കഴിച്ചോളൂ കേട്ടോ. ഇപ്പോൾ ബർഗർ ഒരെണ്ണം ഇരിപ്പുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞാലും വരുമല്ലോ വിശക്കുക എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നൂഡിൽസ് അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡൊന്നും ഇല്ലെങ്കിൽ ഇവർക്ക് ഈ വക സാധനങ്ങളൊക്കെ കഴിക്കുന്നതിൽ വലിയ മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതാ കപ്പയുടെ തൊലിയൊക്കെ അങ്ങോട്ട് ഊരിക്കളഞ്ഞിട്ട് ഞാൻ ഇത് പുഴുങ്ങാനുള്ള പണിയിലാണേ. പിന്നെ നമ്മൾ വെട്ടിയെടുത്ത മീനാണ്. 2-3 നീക്ക് ഞാൻ കഴുകിയിട്ടാണ് എടുത്തുകൊണ്ട് വന്നത്. ഇനി ഒന്നും കൂടി കഴുകണം കേട്ടോ. നമുക്ക് മീൻ കറിയും വെക്കാം, മീൻ വറുത്തതും ഉണ്ടാക്കാം കേട്ടോ. അയല മീൻ ഞാൻ കറി വെക്കുന്നത് കേട്ടോ. മത്തിക്കറി ഇവിടെ അങ്ങനെ അധികം ആർക്കും ഇഷ്ടമല്ല മക്കൾക്ക്. എനിക്കും ഹസ്ബൻഡിനും ഇഷ്ടമാണ്. പിന്നെ ഒരു സൈഡിൽ നമ്മൾ മത്തി അങ്ങോട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ മീൻ കറി അങ്ങോട്ട് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മണമൊക്കെ അടിച്ചിട്ട് എല്ലാവരും വന്ന് ചോട്ടിക്കൂടെയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇന്നാണെങ്കിലും സ്പെഷ്യൽ കപ്പയും മത്തിയും അയലക്കറിയും ഒക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് കഴിച്ചോളും. അപ്പോൾ നമുക്ക് ഈ മീനും കൂടി ഒന്ന് വെന്തിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. നമ്മൾ കപ്പ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതിയില്ല. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിയട്ടെ. ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് ഇത്രയും സമയം എടുത്തു കേട്ടോ. ഇന്നിന് പിന്നെ രാത്രിക്ക് അധികം അങ്ങനെ ഫുഡ് ആർക്കും വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കഴിക്കുമ്പോഴത്തേക്കും വയറ് നിറഞ്ഞോളും. അങ്ങനെ ഒരു 7:15 ആകുമ്പോഴത്തേക്കും നമ്മുടെ കപ്പയും മീനും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് എന്തായാലും കപ്പയൊക്കെ വയറ് നിറച്ച് കഴിക്കട്ടെ. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ഇതോടുകൂടി നമ്മുടെ അടുക്കള ക്ലോസ് ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.